ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് മലയാളത്തിന് എന്നും ഓർത്തിരിക്കാനുള്ള സുവർണ നിമിഷങ്ങളായി മാറി. ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് കണ്ടുനിന്ന ഓരോ മലയാളിയും മനസ്സുകൊണ്ടെങ്കിലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ടാകും. ഷാരൂഖ് ഖാനും റാണി മുഖർജിയും ഉർവശിയും വിജയരാഘവനുമൊക്കെയുള്ള വേദിയിലാണ് മോഹൻലാൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ ചലച്ചിത്ര ബഹുമതിയാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യയിലെ ഓരോ ചലച്ചിത്ര പ്രവർത്തകനും മനസ്സുകൊണ്ടെങ്കിലും ഏറെ കൊതിക്കുന്ന പുരസ്കാരമാണിത്. അവാർഡിനൊപ്പമുള്ള തുകയേക്കാൾ ആ പുരസ്കാരത്തിന്റെ മൂല്യത്തിനാണ് പ്രാധാന്യം. ഇന്ത്യ സർക്കാരിന്റെ ആദരസൂചകമായി അവാർഡ് ജേതാക്കൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ലഭിക്കുന്നത്. ദേശീയ അവാർഡ് ലഭിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന സമ്മാന തുക എത്രയാണെന്ന് നോക്കാം. മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾക്ക് രജത കമലവും 2 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുക. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട റാണി മുഖർജിക്ക് 2 ലക്ഷം രൂപയും രജത കമലവും ലഭിക്കുമ്പോൾ മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസി എന്നിവർക്ക് രജത കമലവും ഓരോ ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത്. അതായത് ഒരേ ബഹുമതി 2 പേർ പങ്കിടുമ്പോൾ സമ്മാന തുക വിഭജിക്കപ്പെടുന്നു. അത് പണ്ടേയുള്ള കീഴ്വഴക്കമാണ്. മൂവർക്കും ഇത് ആദ്യത്തെ ദേശീയ അവാർഡാണ്. 3 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിനൊടുവിലാണ് ഷാരൂഖ് ഖാന് ആദ്യത്തെ ദേശീയ അവാർഡ് ലഭിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.